നിങ്ങളൊരമ്മയാണ്. ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയെ പ്രസവിച്ച അമ്മ. കിച്ചു നിങ്ങൾ പ്രസവിച്ച മകനല്ല. ഓക്കെ. ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടീനെ പ്രസവിച്ചത് നിങ്ങളാണ്. ആ കുട്ടിക്ക് ഫീഡ് ചെയ്തത് നിങ്ങളാണ്. അതായത് മുലയൂട്ടിയത് നിങ്ങളാണ്. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തും. ഇല്ല എന്ന് ഗർഭിണികളായിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഏതെങ്കിലും ഒരു അമ്മ ഇവിടെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഞങ്ങളെ ആരും ഡോക്ടർമാർ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു അമ്മ ഇവിടെ ഒന്ന് കമന്റ് ചെയ്യണം. ദൈവത്തിന് വേണ്ടിയിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നേ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുധിയുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലും പുതിയതായി വന്നിരിക്കുന്ന ഒരു വീഡിയോയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗമാണിത്. അതായത് ക്യാൻസറിൽ നിന്ന് മുക്തി നേടി താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവസാക്ഷ്യം പറയാൻ പോകും. പഴയ കണക്ക് സബ്സ്ക്രിപ്ഷനും മറ്റ് കലാപരിപാടികളൊന്നും നടത്തില്ല. അതിന് പകരം വേദികൾ തോറും ദൈവസാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് താൻ പോകുമെന്നാണ് രേണുസുധി പറഞ്ഞിരിക്കുന്നത്. എന്നാലും അത് നല്ലൊരു തീരുമാനമാണ്. വീണ്ടും നിങ്ങൾ മടങ്ങിയെത്തി ഇത്തരത്തിൽ സബ്സ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് നിലവിൽ ജനങ്ങൾക്കൊരു സഹതാപം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതില്ലാതെയാവും. അതായത് നിങ്ങൾ ക്യാൻസറിൽ നിന്ന് മുക്തി നേടി ആ രോഗം പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടുമാറിയ ശേഷം വീണ്ടും പഴയ പോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ പോലുള്ള കലാപരിപാടികളുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും. ഉള്ള കാര്യം ഞാൻ പറയാം. എന്നാലും ഈ ഒരു തീരുമാനം മികച്ച ഒരു തീരുമാനമാണ്. മറ്റൊന്നുമല്ല, ഈ പയറ് പോലെ ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ നല്ല രീതിക്ക് തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് പിന്നീട് ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ദൈവത്തിനെ അടപടലം ആശ്രയിക്കുന്ന പല ആളുകളുമുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ എന്തായാലും ഞാനില്ല. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഈശ്വരനെ വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ എന്നിലും. ഞാനെന്ന വ്യക്തിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹെൽത്ത് ബേസ് ഞാനൊരു നല്ല സിറ്റുവേഷനിലൂടെ അല്ല കടന്നു പോകുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ അധികമായിട്ട് ദൈവങ്ങളെ ആശ്രയിക്കാറില്ല. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ ഇരിക്കുന്ന ഒരു ഈശ്വരന്മാരെ. അതിന് കാരണം മറ്റൊന്നുമല്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഉള്ള പൂജയും ചടങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പണം കൊണ്ട് സർക്കാർ പോകും. എന്നിട്ട് ആ അമ്പലത്തിൽ ഒരു ഓട് പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറണമെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ കൂടി പിരിവിടണം. അതായത് വിശ്വാസികൾ കൂടി പിരിവിടണം. ആ ഒരു ഗതികേടിലേക്ക് ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ മാറിയതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ദൈവങ്ങളെ ഞാൻ പോയി തൊഴുതാൽ പോലും 10 രൂപ കാണിക്കേടില്ല. അത് ഞാനെടുത്ത തീരുമാനമാണ്. അതിൻ്റെ പേരിൽ എന്ത് വന്നാലും ഞാനത് അനുഭവിക്കാനും തയ്യാറാണ്. സോ രേണുവിൻ്റെ ഈ ഒരു തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുമ്പോൾ പോലും ഇവരുടെ ചാനലിനകത്ത് മറ്റൊരു വീഡിയോ കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ഒരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. അതിനിടയ്ക്ക് ഈ ക്യാമറ ഇരിക്കുന്നത് കറക്റ്റ് അല്ല, അത് തലതിരിഞ്ഞ് പോവാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം രേണുവിൻ്റെ തന്നെ അടുത്ത ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതേ ദൈവസാക്ഷ്യം പറയാൻ പോകുന്ന രേണുവിൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. ഇതേ കണ്ടു. ഞാൻ റീല് ചെയ്തതാണോ കുഴപ്പം? ഞാൻ ആൽബത്തിൽ അഭിനയിച്ചതാണോ കുഴപ്പം? അതാണോ കുഴപ്പം നിങ്ങളുടെ? എനിക്കറിയായിരുന്നു എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളോട് ദൈവം ചോദിക്കാതിരിക്കട്ടെ. ഇത് ക്യാൻസറിനേക്കാൾ എത്രയോ നിങ്ങളുടെ ആ ജീർണിച്ച മനസ്സിന്റെ എഴുത്തുകൾ എത്രയോ ഭേദമാണ് എൻ്റെ ഈ ശരീരത്തിൽ പടർന്നു പിടിച്ച ഈ ക്യാൻസർ. ഓക്കെ, ഇതും രേണുവിൻ്റെതായിട്ട് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഇതെന്താ ഇങ്ങനെയെന്ന്. അതായത് ഒരു വീഡിയോയ്ക്കകത്ത് മുടി വെട്ടിയത് വെട്ടിയത് ഒന്നിനകത്ത് ക്രോപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് രേണു തൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോസ് എല്ലാം തന്നെ ഓൾറെഡി പലപ്പോഴായിട്ട് ഷൂട്ട് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ചെയ്ത് വെക്കാറുണ്ട്. ചില ഷോർട്ട് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അതൊക്കെ യൂട്യൂബിനകത്താണല്ലോ. അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ടന്റ് ചെയ്യാണ്ട് സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ചില കണ്ടന്റുകൾ അന്നേരം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അത് ഷെഡ്യൂൾ ലിസ്റ്റ് വെക്കും. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരു ഉപകാരമുള്ളത്, നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഓൾറെഡി ആ വീഡിയോ പബ്ലിഷ് ആയി കാണും. അങ്ങനെ എൻ്റെ വീഡിയോസ് ചിലത് പബ്ലിഷ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ കൂടുതലും നൈറ്റാണ് എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം കുറച്ച് സമയം എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും. അതാണ് എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ക്യാമറ ഇന്നെന്താണോ എൻ്റെ ട്രൈപോഡ് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ഇവർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസാണ്. ഈ ദൈവസാക്ഷ്യം പറയാൻ പോകുന്ന രേണുവാണ്
ക്യാൻസർ മറ്റാർക്കും വരാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 10 തലമുറ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാകുന്നത്. പിന്നെ നിങ്ങൾക്ക് ക്യാൻസർ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു എന്ന് രേണു ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്. രേണു ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെക്കുറിച്ച് എനിക്കും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, നേഴ്സുമാരായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ള കുറേയധികം കോൺടാക്റ്റുകൾ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഞാൻ ആ വീഡിയോ, അതായത് നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് നിങ്ങൾ പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ 1-2 വ്യക്തികൾക്ക് അയച്ചു കൊടുത്തിരുന്നു. അയച്ചു കൊടുത്ത ശേഷം അവരോട് ഞാൻ ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻ എടുത്തപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് 15ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു മുഴ വന്നു. ആ മുഴ വന്ന സമയത്ത് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു അത് നീക്കം ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് ഭാവിയിൽ ക്യാൻസർ ആകുമെന്ന് പറഞ്ഞു എന്നാണ് നിങ്ങൾ അന്നത്തെ വീഡിയോക്കകത്ത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് ശുദ്ധ നുണയാണ് എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായത്. ഞാൻ പിന്നെ അത് നിങ്ങളോട് എൻ്റെ വീഡിയോക്കകത്ത് വന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാനത് നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു. അതിന് 2 കാര്യമുണ്ട്. ഒന്ന്, 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഒരു ഡോക്ടറും ഇത്രയും ഗൗരവപരമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയത്തില്ല. അത് അച്ഛനോടും അമ്മയോടേ പറയത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയാം. എനിക്ക് 29 വയസ്സുണ്ട്. ആ 29 വയസ്സിനിടയ്ക്ക് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ഈ ഇഞ്ചുറിയുടെ പോലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടില്ല, പകരം അമ്മയോടാണ് പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞത് ഒരു 7-8 മാസം പ്രോപ്പർ റെസ്റ്റ് വേണം. അതിനുശേഷം ഒരു 3 വർഷം കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുത്താലേ ഒരു 90% എങ്കിലും ഞാൻ റിക്കവറായിട്ട് തിരിച്ചു വരത്തുള്ളൂ. എന്നാലും എന്നെക്കൊണ്ട് പഴയ കണക്ക് ആക്റ്റീവായിട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഡോക്ടർ കൃത്യമായിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് എന്നും പറയുന്നത് എടാ ഇത് ഓക്കെ ആവും, താൻ ടെൻഷൻ അടിക്കേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസരത്തിൽ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഡോക്ടർ ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ 2ാമത്തെ കാര്യം, നിങ്ങളൊരമ്മയാണ്. ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയെ പ്രസവിച്ച അമ്മ. കിച്ചു നിങ്ങൾ പ്രസവിച്ച മകനല്ല, ഓക്കെ. ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടീനെ പ്രസവിച്ചത് നിങ്ങളാണ്. ആ കുട്ടിക്ക് ഫീഡ് ചെയ്തത് നിങ്ങളാണ്, അതായത് മുലയൂട്ടിയത് നിങ്ങളാണ്. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തും. ഇല്ല എന്ന് ഗർഭിണികളായിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഏതെങ്കിലും ഒരു അമ്മ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞങ്ങളെ ആരും ഡോക്ടർമാർ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു അമ്മ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ക്യാമറ എന്നെ ചതിക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇൻ കേസ് ഞാൻ നാളെ കല്യാണം കഴിക്കുന്നു, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആവുന്നു, ആ പെൺകുട്ടിയെ കൊണ്ട് ഞാൻ അങ്ങോട്ട് നിന്നില്ല, ആദ്യത്തെ മാസം തൊട്ട് ഇങ്ങോട്ട് നിരത്തി പിടിച്ച് ടെസ്റ്റുകൾ ഇങ്ങ് എഴുതി തരും. ആ ടെസ്റ്റുകൾ കൂടാതെ ധാരാളം ചെക്കപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ ചെക്കപ്പുകളെല്ലാം നടത്തുന്ന സമയത്ത് ഡോക്ടർമാർ ഈ ഒരു മുഴ കണ്ടില്ല എന്ന് പറയുന്നത് മറ്റൊരു കള്ളം. അങ്ങനെ ഒരു മുഴയുണ്ട്, അത് ക്യാൻസറിനുള്ള സാധ്യതയാണ് എന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞാൽ നിങ്ങളോട് പറയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യരുത്, അതായത് കുഞ്ഞിന് മുലയൂട്ടരുത് എന്ന് ഡോക്ടർമാർ കറക്റ്റായിട്ട് നിങ്ങൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളോടല്ലായിരിക്കും ഡോക്ടർ പറയുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് ഏതെങ്കിലും മുതിർന്ന മെമ്പറോടോ പറയത്തുള്ളൂ, നിങ്ങളോട് പറയില്ല. അപ്പോഴും നിങ്ങളുടെ വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് 2ാമത്തെ നുണയല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാനത് മിണ്ടാതിരുന്നത്, ഇത്തരം കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നതിൻ്റെ കാര്യം എന്തെങ്കിലും ആയി പൊക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ വീണ്ടും 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 വന്ന് ഈ നുണ പറയുമ്പോഴത്തേക്കാണ് എൻ്റെ കൺട്രോൾ പോകുന്നത്. അപ്പോൾ ഇതിന് താഴെ വന്നിട്ട് കുറേയധികം രേണുസുതി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ വന്നിട്ട് പറയും ആ പെൺകുട്ടീനെ ഇനി എങ്ങനെ വിട്ടുകൂടെയെന്ന്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കള്ളം പറയുന്നതുകൊണ്ട് തന്നെയാണ് എടുത്തിട്ട് അലക്കുന്നത്. എനിക്കതിനകത്ത് യാതൊരു മനസ്താപവും ഇല്ല. കാരണം ഇവർ കുറേയധികം കോൺട്രവേഴ്സികൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇടും, ഞാൻ എടുത്ത് വെച്ച് അലക്കും. എനിക്ക് യാതൊരു ദാക്ഷിണ്യവും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊരു എത്തിക്സും നോക്കാറില്ല. പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. ഇതിലും ഗൗരവപരമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർക്കണം. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ ആ സെക്കൻഡ്, ഇപ്പോൾ അയാൾ സർവീസിലുണ്ടെങ്കിൽ, ഇപ്പോൾ കാണാൻ ചാൻസ് ഇല്ല, മിക്കവാറും ആള് റിട്ടയർ ഒക്കെ ആയി കാണും. അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാണ്ട് നിങ്ങൾ തയ്യാറാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാനുണ്ട്, ഈ 15 വയസ്സുള്ള കുട്ടിയോട് മാത്രമേ താങ്കൾ ഈ കാര്യങ്ങൾ പറയത്തുള്ളൂ എന്ന്. 15 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം കാര്യങ്ങളിലൊരു തീരുമാനമെടുക്കാണ്ട് ഒരു കുട്ടി പ്രാപ്തനല്ല അല്ലെങ്കിൽ പ്രാപ്തയല്ലാത്തൊരു കാലഘട്ടത്തിൽ നിങ്ങളോട് ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ബ്രസ്റ്റിൽ ഒരു മുഴയുള്ളത് ഏത് നിമിഷവും ക്യാൻസർ ആയിട്ട് മാറുമെന്ന് ആ ഡോക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്.
അത് കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഒപ്പീനിയനുകളൊക്കെ എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഞാൻ മിണ്ടായിരുന്നെന്ന് വെച്ചാൽ എന്തെങ്കിലും കാണിച്ച് പോട്ടെ എന്ന് കരുതിയാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രതികരണം നടത്തിയത്. സോ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. കാരണം ലോകത്തിലെ ആദ്യത്തെ ക്യാൻസർ രോഗിയല്ല നിങ്ങൾ. ബ്രസ്റ്റ് ക്യാൻസർ ഇതിന് മുൻപും പലർക്കും വന്നിട്ടുണ്ട്. അവരെല്ലാം റിക്കവർ ആയിട്ടുണ്ട്. ചിലരൊക്കെ രക്ഷപ്പെടാതെ പോയിട്ടുള്ളൂ. ചിലർക്ക് ബ്രസ്റ്റ് നീക്കം ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ അതും ചെയ്യേണ്ട വരാതെ ഇരുന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ ക്യൂറായി വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. പക്ഷെ നുണ പറയുമ്പോൾ എല്ലാവരും മറ്റേ ഇതിനകത്ത് ചകിരിച്ചോറ് വെച്ചാൽ ആണെന്ന് കരുതരുത് കേട്ടോ. അപ്പോൾ ശരിയാണ്, ബൈ.